ലുലു ഗ്രൂപ്പ് കോഴിക്കോട് ആരംഭിക്കുന്ന മാളിന്റെ പ്രവർത്തനം അന്തിമഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. കോട്ടയത്തും പുതിയ മാളിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ആദ്യം തുറക്കുക കോഴിക്കോട്ടെ മാളായിരിക്കുമെന്നാണ് ലുലു ഗ്രൂപ്പ് ഔദ്യോഗികമായി സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൂടെ അറിയിച്ചിരിക്കുന്നത്. എല്ലാ ബ്രാൻഡുകളും ഇതിനോടകം തന്നെ കോഴിക്കോട് ലുലു മാളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അവസാനഘട്ട മിനുക്കുപണികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. സ്ഥാപനം ഉടൻ തന്നെ തുറന്നു പ്രവർത്തനം ആരംഭിക്കുമെന്നും ലുലു ഗ്രൂപ്പ് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. കോഴിക്കോട് മാങ്കാവിൽ സ്ഥിതി ചെയ്യുന്ന ഈ മാൾ 3.5 ലക്ഷം ചതുരശ്ര അടി വ്യാപിച്ചു കിടക്കുന്നതാണ്. 3 നിലകളിലായി ഷോപ്പിംഗ് സൗകര്യങ്ങളുമുണ്ട്. ഇതിൽ 1.5 ലക്ഷം ചതുരശ്ര അടി ലുലു ഹൈപ്പർ മാർക്കറ്റ് ആയിരിക്കും. 16 വൈവിധ്യമാർന്ന ബ്രാൻഡുകളാണ് ലുലുവിലുള്ളത്. 400 പേർക്ക് ഇരിക്കാവുന്ന ഫുഡ് കോർട്ട്, പാനീഷ്യൻ റെസ്റ്റോറൻറ്റുകൾ, കുട്ടികൾക്കുള്ള ഗെയിമിംഗ് ഏരിയ എന്നിവയും കോഴിക്കോട് ലുലു മാളിൽ ഉൾപ്പെടുന്നു. കോഴിക്കോടിന് സമാനതകളില്ലാത്ത ഷോപ്പിംഗ് അനുഭവമാണ് ലുലു ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ അടുത്ത ലുലു മാൾ തുറക്കുക കോഴിക്കോടായിരിക്കുമെന്ന് പാലക്കാട്ടെ ലുലു മാൾ ഉദ്ഘാടന വേളയിൽ MA യൂസഫ് അലി പറഞ്ഞിരുന്നു. കോഴിക്കോട് ആരംഭിക്കുന്ന ലുലു മാളിന്റെ പ്രവർത്തനങ്ങൾ 80% പൂർത്തിയായതായും അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ഹോട്ടലും കൺവെൻഷൻ സെന്ററും ചേർന്നുള്ള പദ്ധതിയായിരുന്നു കോഴിക്കോട് ഉണ്ടായിരുന്നതെങ്കിലും 2021 ഇത് ലുലു മാൾ എന്നതിലേക്ക് മാറ്റുകയായിരുന്നു. മാളുകൾ കൂടാതെ കേരളത്തിൽ 6 പുതിയ റീറ്റെയിൽ സെന്ററുകളും ലുലു പദ്ധതിയിട്ടിരിക്കുന്നുണ്ട്. കോട്ടയത്തെ ലുലു മാളിന്റെ പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടിനും കോട്ടയത്തിനും പുറമെ തൃശൂർ, പെരിന്തൽമണ്ണ, തിരൂർ ഉൾപ്പെടെ 8 സ്ഥലങ്ങളിൽ പുതിയ മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഉടൻ ആരംഭിക്കുമെന്നും ലുലു ഗ്രൂപ്പ് അറിയിച്ചു. കൊച്ചിയിലും തിരുവനന്തപുരത്തും നേരത്തെ തന്നെ ലുലു മാൾ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിന് പുറമെ നോക്കുകയാണെങ്കിൽ അഹമ്മദാബാദ്, ചെന്നൈ, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സ്ഥലങ്ങളിലും ലുലു ആരംഭിക്കും. അഹമ്മദാബാദിൽ പുതിയ ലുലു മാൾ തുടങ്ങുന്നതിനായി 500 കോടിയിലേറെ രൂപ മുടക്കി ലുലു ഭൂമി സ്വന്തമാക്കിയിട്ടുണ്ട്. ആന്ധ്രയിൽ വിശാഖപട്ടണത്തെ മാളുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ വിശാഖപട്ടണത്തിന് ലുലു ഗ്രൂപ്പ് ഹൈപ്പർ മാർക്കറ്റ് തുറക്കാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ സർക്കാരിന്റെ കാലത്ത് ഈ പദ്ധതി സാധ്യമായില്ല. ആന്ധ്രയിൽ പുതുതായി അധികാരത്തിലെത്തിയ ചന്ദ്രബാബു നായിഡു ലുലു ഗ്രൂപ്പിനെ വിശാഖപട്ടണത്തെത്തിക്കാൻ താൽപ്പര്യമുണ്ട്. പദ്ധതിയുടെ പുനരുജ്ജീവനം സംബന്ധിച്ച് ലുലു അധികൃതരുമായി ചന്ദ്രബാബു നായിഡു ചർച്ചകൾ നടത്താൻ പദ്ധതിയിട്ടുവെന്ന് റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. 2014 മുതൽ 19 വരെയുള്ള TDP സർക്കാർ കാലത്ത് RK ബീച്ചിന് സമീപമുള്ള വലിയൊരു സ്ഥലത്ത് ലുലു ഹൈപ്പർ മാർക്കറ്റിനായി അനുവദിച്ചിരുന്നു. എന്നാൽ 2019 YSRCP അധികാരത്തിൽ വന്ന ശേഷം പദ്ധതികൾ നിർത്തലാക്കി. ലുലു പിന്നീട് പദ്ധതികൾ മാറ്റി ഹൈദരാബാദിൽ മാൾ സ്ഥാപിക്കുകയും ചെയ്യുകയായിരുന്നു.